പ്ലാന്റ് പാർക്ക് വിഷൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉദയൻ. ഈ എപ്പിസോഡിൽ നമ്മൾ പെപ്പറോമിയ എന്ന ഇൻഡോർ പ്ലാന്റിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. പെപ്പറോമിയയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി സിബി ജോസഫ് നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമുക്ക് സിബിയുമായി സംസാരിക്കാം. സിബി, അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിൽ വളരെയേറെ പ്രചാരം നേടിയിട്ടുള്ള ഇൻഡോർ പ്ലാന്റുകളിലൊന്നാണല്ലോ ഈ പെപ്പറോമിയ. ഇത് സെൻട്രൽ അമേരിക്കയിലാണ് ആദ്യമായിട്ടുണ്ടായിരുന്നും പിന്നെ ആഫ്രിക്കൻ കൺട്രികളിലെല്ലാം ഉണ്ടായിരുന്നെന്നും ഇപ്പം കേരളം ഉൾപ്പെടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഇത് വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രിയപ്പെട്ട ഒരു ഇൻഡോർ പ്ലാന്റായിട്ട് പെപ്പറോമിയ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ ഒന്ന് വിശദീകരിക്കാം. ഇത് പെപ്പറോമിയ എന്ന പേര് കൊണ്ട് ഇതിന് ശരിക്കും പെപ്പറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഈ പെപ്പറോമിയ എന്ന പേര് വന്നത് പെപ്പറിൻ്റെ ആ ഒരു ചെടിയൊന്നും ഇങ്ങോട്ട് എടുക്കണം, ഞാൻ കാണിച്ചു തരാം. നമുക്ക് പെപ്പറിൻ്റെ കായ്ക്കുന്ന സ്റ്റേജിൽ അതിൻ്റെ തിരി വരും. തിരി വരുന്ന പോലെയാണ് ഈ പെപ്പറോമിയ, ഈ ചെടിയുടെ പൂവുകൾ വരുന്നത്. ഇതിന് ഈ പെപ്പറോമിയ എന്ന് കൂടാതെ ഇതിന് വേറൊരു പേരും കൂടെയുണ്ട്. അത് റേഡിയേറ്റർ പ്ലാന്റ്. കുരുമുളകിന്റെ തിരി വരുന്നുണ്ട്. കുരുമുളക് കാ വരുന്നതിന് മുമ്പ് വരുന്ന അതിന്റെ ഒരു തിരിയിലാണ് കാകൾ വരുന്നത്. അതിന്റെ തിരികൾ പോലെ ഇതിന്റെ കൊലകൾ വരും. ഇതിന്റെ പൂവാണ്. ഇതിന്റെ പൂവായിട്ട് വരുന്നത് ഈ തിരികളാണ്. ഒരു സ്റ്റേജിൽ എല്ലാ പെപ്പറോമിയയ്ക്കും വരും. എന്നാൽ ഈ തിരികൾ വരുന്ന എല്ലാ സാധനവും പെപ്പറോമിയ. അതാണ് ഇപ്പോ കുരുമുളകും ആയിട്ട് ഈ ചെടിക്കുള്ള ഏക സാമ്യം. വേറെ കുരുമുളക് എന്നത് ക്ലൈംബറാണ്. ഈ പെപ്പറോമിയ ശ്രേണിയിലെ ഏറ്റവും പുതിയ വെറൈറ്റിയാണ്. ഇത് ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ ഇവിടെ നടാൻ പറ്റുന്ന, ഹാങ്ങിങ് ബാസ്ക്കറ്റിലും കൂടെ വെക്കാൻ പറ്റുന്ന രീതിയാണ്. ഇതില് പെപ്പറോമിയയില് എൻ്റെ അനുഭവത്തിൽ ഇതിൽ രണ്ട് വെറൈറ്റി ഉണ്ട്. ഒരു വെറൈറ്റി ലീഫ് വെച്ച് പിടിപ്പിക്കുകയും ഇല മുറിച്ച് ഇല അടത്തി കുത്തിയാൽ വേര്. വേറൊരു വെറൈറ്റി കട്ടിങ്സിലൂടെ ആണ് ഈസി ആയിട്ട്. മറ്റേ കട്ടിങ്സിലാണ് വളരെ വേഗം. അത് ഇച്ചിരൂടെ വലിപ്പത്തിൽ ബ്രാഞ്ച് പൊട്ടിച്ചിട്ട് വളരുന്ന ചെടിയാണ്. ഇത് ഇല മാത്രം വരുന്ന വെറൈറ്റിയാണ്. ഇലയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മറ്റേത് ഇല വെക്കാം, പക്ഷേ ഇല വെച്ച് കഴിഞ്ഞാൽ 6 മാസം. സാധാരണഗതിയിൽ ഇവിടെ ഇതിന്റെ എത്ര വെറൈറ്റിയാണ് കണ്ടുവരുന്നത്? കോമൺ ആയിട്ട് ഒരു 3 വെറൈറ്റി 4 വെറൈറ്റിയാണ് സാധാരണ ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്റെ കയ്യിൽ ഇത് കളക്ട് ചെയ്തൊരു 13-12 പ്ലാന്റ് പാർക്കിൽ ഇതിപ്പോ 13 വെറൈറ്റി അവൈലബിൾ ആണ്. ഏറ്റവും പുതിയ അത് വിൽപ്പനയ്ക്കും തയ്യാറാണ്. അപ്പൊ ആ വെറൈറ്റികളിൽ കുറച്ചെണ്ണം ഒന്ന് പരിചയപ്പെടുത്താം, ഒരു ചെടികളെ ഒന്ന് കാണിച്ചിട്ട്. ഇത് ഡാർക്ക് ഗ്രീന് വെറൈറ്റിയാണ്. ഇത് നമ്മളെ ഇല കൊണ്ട് തന്നെ ഇലയിൽ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രജനനം കടും പച്ചയാണ് ഇതിന്റെ പ്രത്യേകത. ഇത് ഒരു ലൈറ്റ് ആഷ് കളറിൽ വരുന്ന വെറൈറ്റിയാണ്. ഇതാണ് ഏറ്റവും ആദ്യത്തെ വെറൈറ്റി. നമ്മൾ ഈ ശ്രേണിയിൽ ഇല പൊട്ടിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വിഭാഗത്തിൽ ആദ്യത്തെ വെറൈറ്റിയാണ്. മൂന്നാമത്തേത് ഇതിന് വാട്ടർമെലൺ പെപ്പറോമിയാണ്. ഇതിന്റെ ഇങ്ങനെ ഓരോന്നിനും പേരിങ്ങനെ അതിന്റെ കണ്ടിട്ടാണ് ഓരോ ദേശക്കാരും ഇടുന്ന ഓരോ പേരുകളാണ്, ശാസ്ത്രീയ നാമങ്ങളൊന്നല്ല. തണ്ണിമത്തന്റെ ഇലയോട് സാമ്യമുള്ളതുകൊണ്ട് ഇതിൽ കൃത്യമായിട്ട് കാണാം. ഇല കുത്തി പിടിപ്പിച്ചതാണ്. ഇതിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ആദ്യം ഞാൻ നടിയിൽ വസ്തുവായിട്ടുള്ള ഈ ഇലയാണ്. ഇതിൽ നിന്നാണ് ഈ ചെടി ഇപ്പോ വികസിച്ച് വന്നിരിക്കുന്നത്. അത് പിന്നെ ഇതും ഒരു പുതിയ വെറൈറ്റിയാണ്. ഇത് ഡാർക്ക് റെഡ് ആണ്. അതിന്റെ തിരിയുടെ കളറും റെഡ് തന്നെയാണ്. അതായത് പൂവും ഇലയും ഒരേ കളർ തന്നെ, ഒരേ കളർ, രണ്ടും കടുത്ത ചുവപ്പ് കളർ. ഇതെനിക്ക് ഒരു 6 മാസം മുമ്പ് എനിക്ക് കിട്ടിയ ചെടിയാണ്. ഇതും ഇപ്പൊ പ്ലാന്റ് പാർക്ക് നഴ്സറികളിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ഇതും പുതിയ വെറൈറ്റി തന്നെ കിട്ടിയതാണ്. ഇതും ലീഫിൽ തന്നെയാണ് ഉൽപാദനം. ലീഫ് തന്നെയാണ്, ഇല എടുത്ത് നട്ടാൽ മതി. ഇനി സ്വല്പം കൂടി വേഗത്തിലും വെജിറ്റേറ്റീവ് പ്രൊഡക്റ്റ് കട്ടിങ്സിലൂടെ കുറച്ചുകൂടെ വേഗത്തിൽ ഉൽപ്പാദിപ്പിക്കാവുന്ന ഏതാനും വെറൈറ്റികളൂടെ കാണിച്ചു തരാം. അത് ഇങ്ങനെ നമ്മൾ
ഇങ്ങനെയാണ് ചെടി വരുന്നത്. ബ്രാഞ്ചസ് പൊട്ടി വരും. അത് നമുക്ക് മുറിച്ച് നട്ടാൽ മതി. മുറിച്ച് നട്ടിട്ട് കിളുത്ത സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ട്രേയിൽ ഇങ്ങനെ ഒരു ചെടി കഷ്ണം എടുത്ത് മുറിച്ച് കുത്തി വേര് പിടിപ്പിച്ച ചെടിയാണ്. ഇനി ഇത് വലിയ ചട്ടികളിലേക്ക് ഇതിന്റെ വളർച്ച അനുസരിച്ച് ചട്ടി വലുതാക്കിക്കൊണ്ടേയിരിക്കാം. മാറ്റി കൊടുത്താൽ ഇത് ചൈനീസ് ഡോൾ പെപ്പറോമിയ എന്നാ പറയുന്നത്. ഇതും റൗണ്ട് ചൈനീസ് ഡോൾ പെപ്പറോമിയ എന്നാ പറയുന്നത്. റെയിൻ ഡ്രോപ്പ് എന്നും പറയുന്നുണ്ട്. റെയിൻ ഡ്രോപ്പ് പല പേരിലാണ് റെയിൻ ഡ്രോപ്പ്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ പേരിങ്ങനെ പറയാണ്. ശ്രേണി പെപ്പറോമിയയിൽ തന്നെ ഇതും വെജിറ്റേറിയൻ പ്രൊപ്പഗേഷനാണ്. കട്ടിങ്സിലാണ്. ഇലയിലൂടെ പിടിപ്പിക്കുകയും ചെയ്യാം. പക്ഷെ അതിന് ഡ്യൂറേഷൻ കൂടുതലാണ്. അതായത് എളുപ്പത്തിൽ ഉണ്ടാവുന്നത് കട്ടിങ്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ 6 മുതൽ 1 വർഷം വരെ എടുക്കും ഇത്. ആ ശ്രേണിയിൽപ്പെട്ട കട്ടിങ്സിൽപ്പെട്ട ഗ്രീനാണിത്. ഇത് ഗ്രീൻ കളറിൽ വരുന്ന കുറെ കൂടി കട്ടിയുള്ള ഇലയാണ്. കട്ടിയുള്ള ഇല. ഇതും കട്ടിങ്സ് തന്നെയാണ്. പുതിയ തൈകൾ ഉണ്ടാക്കി. പുതിയ തൈകൾ അതിൽ നിന്ന് തന്നെ. പിന്നെ അതിൻ്റെ അകത്ത് വെറിഗേറ്റഡ് വെറൈറ്റിയിൽ 4 വെറൈറ്റി ഉണ്ട്. അതിൻ്റെ ബോർഡറിൽ ഒരു യെല്ലോ കളർ, ഒരു സെൻട്രൽ ഗ്രീൻ ആയിട്ട് വെറിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇതെല്ലാം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അത് നമ്മൾ കട്ട് ചെയ്യും തോറുമാണ് കൂടുതൽ ബ്രാഞ്ച് വരും. ഇതിൽ നിന്നൊക്കെ കൂടുതൽ കട്ടിങ്സ് എടുത്തപ്പോഴാണ് ഈ ചെടി പുഷായത്. കട്ട് ചെയ്യാത്ത ചെടി അത് സിംഗിളായിട്ട് വളർന്നുണ്ട്. ഇതൊന്നും ഒരുപിടി കട്ടിങ് എടുത്തതാണ്. കണ്ടില്ലേ, ഇത് ഞാനൊരു 10 പ്രാവശ്യത്തിൽ കൂടെ കട്ട് ചെയ്യും തോറും ഒന്ന് കട്ട് ചെയ്യുമ്പോൾ വീണ്ടും പുതിയ 2 ബ്രാഞ്ച് അല്ലെങ്കിൽ 4 ബ്രാഞ്ച് അങ്ങനെ വരും. 1 4 വരും. അപ്പോൾ ഈ ചെടി കട്ട് ചെയ്യാണ് വേണ്ടത്. കട്ട് ചെയ്യും തോറുമാണ് ഇത് കൂടുതൽ ബ്രാഞ്ചസ് പൊട്ടി വരിക എല്ലാ ചെടികളിലും. അന്നേരമാണ് നമ്മളതിനെ ബുഷാക്കി വളർത്താൻ പറ്റുക. അത് ഓരോ ചെടിക്കും കൂടുതൽ ഭംഗിയോട് കൂടി വരും. ഇത് കണ്ടില്ലേ, ഇത് ഭംഗിയില്ല ഈ ചെടി കട്ട് ചെയ്യാണ്ടിരുന്നതുകൊണ്ട്. ഇത് അടുത്തൊരു വെറൈറ്റി പെപ്പറോമിയാണ്. ഇതിന്റെ ലീഫ് ഞാൻ ആദ്യം കാണിച്ചതിന്റെ റൗണ്ടിലുള്ള ലീഫായിരുന്നു. സിമിലർ കളർ. ഇതിനൊരു പിങ്ക് ബോർഡറാണ്. പിന്നെ യെല്ലോ, സെൻട്രൽ ഗ്രീൻ ആയിട്ട് നീണ്ട ഇലകളാണ് ഇതൊക്കെ. ഇതും അങ്ങനെയാണ്. ഇത് ഞാനൊരു 8 or 10 കട്ടിങ്സ് ഇതിൽ നിന്ന് എടുത്ത ചെടികളാണ്. അതുകൊണ്ടാണ് ഇത്രയും ബുഷായിട്ടുള്ളത്. ഇതിന്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇതിന് സ്വല്പം കൂടെ ഡാർക്ക്, സിമിലർ ആണ്. പക്ഷേ ബോർഡറുകൾ കൂടുതൽ പിങ്ക് കളറാണ്. സെൻട്രല് ഗ്രീനിനേക്കാൾ കുറച്ചുകൂടെ ഡാർക്ക്, ഒരു ലൈറ്റ് മെറൂൺ കളറിലേക്ക് വന്ന് പിന്നെ പച്ച വന്നത്. ലീഫിൽ ഇങ്ങനെ പല കളറുകളുടെ കോമ്പിനേഷനാണ് ഇതിന്റെ ഭംഗി കൂട്ടുന്നത്. ഇതുപോലെ തന്നെ അടുത്ത വെറൈറ്റിയാണ്. വളരെ ചെറിയ ലീഫാണ് ഇതിന്. ഇതുപോലെ വളരെ നിറച്ചും പൂക്കൾ ആദ്യം വരും. പൂക്കൾ നേരത്തെ പൂക്കളുണ്ട്. ഇതും ഇങ്ങനെ ബ്രാഞ്ചസ് കട്ട് ചെയ്തിട്ടാണ്. ഈ പെപ്പറോമിയ എല്ലാം ലീഫ് അടച്ച് നടുമ്പോൾ ഒരു ലീഫ് അടത്തുമ്പോൾ അതിന്റെ അടിയിൽ നിന്ന് 4 ലീഫ് വരും. ഒരെണ്ണം മുറിക്കുമ്പോൾ വെറൈറ്റിയാണെങ്കിൽ അടുത്ത 4 ആയിട്ട് വരും. നോർമൽ ചെടികളുടെ എല്ലാം ഒരു തിയറി തന്നെയാണിത്. ഇത് ഈ പെപ്പറോമിയ മാത്രമല്ല, ഏത് ചെടിയും നമ്മൾ 1 മുറിക്കുമ്പോൾ 2 ആയിട്ടോ 4 ആയിട്ടോ വളരും. അന്നേരം നമ്മൾ കൃത്യമായിട്ട് പ്രൂണിങ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ചെടിയും വളർത്താൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് നമ്മൾ ഇലകൾ അടത്തിക്കളയണം. ഇതിനെ കുറച്ച് ഇല അടത്തും തോറുമാണ് ഞാനിത് ഈ കാണിച്ച ഇല അടത്തുന്ന ചെടികളിൽ നിന്നെല്ലാം കൂടുതൽ ഇല അടത്തി നട്ടത് കൊണ്ടാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ഇല അടത്തി എങ്ങനെയാണ് നട്ടിരിക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് വേര് പിടിപ്പിക്കുന്നതെന്നെല്ലാം കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ പെപ്പറോമിയുടെ എല്ലാ വെറൈറ്റി 3 വെറൈറ്റി ഇതിൻ്റെ അകത്ത് ലീഫിൽ ഇലയിൽ നിന്ന് പിടിപ്പിക്കുന്നത് ഇതിൻ്റെ അകത്ത് നട്ടിട്ടുണ്ട്. ഇത് വേര് പിടിച്ചിരിക്കുന്ന ചെടിയാണ്. പക്ഷേ മുളച്ചു തുടങ്ങിയിട്ടില്ല. വേര് വന്ന ചെടിയാണ്. ഇതാ ഫുള്ള് വേര് വന്നിരിക്കുന്നു. ഇതിപ്പോൾ നട്ടിട്ട് 30 ദിവസമായ ചെടിയാണ്. 30 ദിവസം കഴിയുമ്പോഴത്തേനും ഇവിടെ സാപ്ലിങ് ചെറിയ തൈകളിൽ നിന്ന് പൊട്ടി മുളയ്ക്കാൻ തുടങ്ങും. ഇതിപ്പോ ഇങ്ങനെ ഈ ട്രേകളിൽ ഈ ഇലകൾ എടുത്തിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനുള്ള ഈ മിശ്രിതങ്ങൾ ഇതിൽ വെച്ചിരിക്കുന്ന ഈ മിശ്രിതം ഇതെന്തൊക്കെയാണ്? ഇതിൽ നമ്മൾ റൂട്ടിങ്ങിന് വേണ്ടി ഏറ്റവും നല്ല pH ബാലൻസ്ഡ് ആയ കൊക്കോപീറ്റ് വേണം. കൊക്കോപീറ്റ് ഏത് ചെടിക്കും വേര് പിടിപ്പിക്കണേ. നമ്മൾ സാധാരണ ഫാക്ടറികളിൽ നിന്ന് ചകിരിച്ചോറ് കിട്ടിയതുകൊണ്ടല്ല, ഇത് പ്രോസസ് ചെയ്തിട്ട് ഇതിന്റെ pH ബാലൻസ്ഡ് ചെയ്ത് അതിന്റെ വെള്ളമായിട്ട് pH ഈക്വലായ ചകിരിച്ചോറാണ് നമ്മൾ പ്രധാന ഇൻഗ്രീഡിയന്റ്. മറ്റെന്തെങ്കിലും റൂട്ടിങ്ങിനെല്ലാം അത് തന്നെ മതി. പക്ഷേ ഈ പ്രോസസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ശരിക്ക് ട്രൈക്കോഡെർമയും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് pH കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. ഈ ട്രയൽ നിന്ന് ഇതിനെ മാറ്റുന്നത് ഇതിന് 1-2 ഇലകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിനെ പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് കിടത്താൽ ഇതേവരെ പൂർണ്ണമായിട്ട് ചെടി ഇങ്ങനെ ഊരിപ്പോരും.
അതിനെ നമ്മൾ ഇതിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ഏറ്റവും വലിയ ചട്ടിയിൽ നടാൻ പറ്റില്ല. ഈ ചെടി നടാൻ പറ്റാവുന്ന മാക്സിമം വലിയ ചട്ടി 4 ഇഞ്ച് പോട്ടാണ്. അതായത് ഇതിപ്പോൾ ഒരു 1 ഇഞ്ച് പോട്ടിലാണുള്ളത്. 4 ഇഞ്ച് പോട്ടിലേക്ക് മാറ്റും. 4 ഇഞ്ച് പോട്ടാണ് അതിന്റെ മാക്സിമം. ആ 4 ഇഞ്ച് പോട്ട് എന്ന് പറഞ്ഞാൽ ചെടിയുടെ വളർച്ചയാണത്. ഇത് ഈ 4 ഇഞ്ച് പോട്ടിൽ ഈ ചെടി വെച്ച് കഴിഞ്ഞാൽ ഈ പോട്ടിൽ ഇത്രയും വരെ ഇതിനെ വളർത്താം. ഇതിപ്പോ 4 ഇഞ്ച് പോട്ടാണ്. 4 ഇഞ്ച് പോട്ടാണ്. ഈ പോട്ടിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ തൊട്ടടുത്തിലേക്ക് 4 നമുക്ക് 6ലേക്ക് പോകാം, അല്ലെ 8ലേക്ക് വരെ പോകാം. പക്ഷെ 12 20 പോകരുത്, പോകാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഇവിടെ ഏറ്റവും ലഭ്യമായ ഓരോ സ്ഥലത്തും ഓരോ ചെടികളും വളർത്തുമ്പോൾ ആ സാഹചര്യം. അപ്പൊ നമ്മളെ നാട്ടിലും ഈ ചകിരിച്ചോറ് അത്ര അവൈലബിൾ അല്ലാത്ത സ്ഥലത്ത് ഈ പറയുന്ന മണ്ണും ചാണകവും പിന്നെ ഈ ചവേലകളെല്ലാം പൊടിഞ്ഞുണ്ടാവുന്ന കമ്പോസ്റ്റ് ഉപയോഗിക്കാവുന്ന ഈക്വലായിട്ട് 3 കൂടെ ഈക്വലായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മൾ ഇതിന് കൃത്യമായ ഫീഡിങ് കൊടുക്കണം. അന്നേരം ഒരു ചെടി വളരെ കൃത്യമായിട്ട് ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ ഭക്ഷണം കൊടുക്കണം, ടൈം ടു ടൈം ഇവർക്ക് ഫീഡിങ് കൊടുക്കണം. പെപ്പറോമിയ ചെടി എങ്ങനെയാണ് വളർത്തേണ്ടത്, എങ്ങനെയാണ് പരിചരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയും അതിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങളെക്കുറിച്ചും അത് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയും സിബി ജോസഫ് ഇവിടെ വളരെ വിശദമായി തന്നെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കത് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിട്ട് ചോദിക്കുകയോ അടിയിൽ കാണിക്കുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത് ഇത്രയും നേരം വീക്ഷിച്ച പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.